everyone, welcome back to our maths class. Today, let us discuss your textbook, page number 36. See, 36, there are two activities. One of the activity we completed yesterday. Today, let us discuss second activity. See, what do we see there? Chicky kite collected 785 rupees. How many rupees collected? 785 rupees. Then, what are the ways in which she could have got this? See, ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു കുറേ പേര് പൈസ കളക്ട് ചെയ്തു അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മുടെ ചിക്കി കൈറ്റ് പിക്ചറിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചറിൽ കണ്ടിട്ടില്ലേ? ആ ചിക്കി കൈറ്റ് എത്ര രൂപയാണ് കളക്ട് ചെയ്തത്? 785 rupees. Then, what are the ways in which she could have got this? ഈ 785 ഏതെല്ലാം രൂപത്തിൽ നമുക്ക് എഴുതാം? ഫോർ എക്സാമ്പിൾ നമുക്ക് 10 റുപ്പിയും 1 റുപ്പി 100 റുപ്പി ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് 785നെ എഴുതാനായിട്ട് പറ്റും. സോ സി ഹൗ സം ഓഫ് ഹെർ ഫ്രണ്ട്സ് തോട്ട് അബൌട്ട് ദിസ്. അങ്ങനെയാണെങ്കിൽ അവളുടെ കൂട്ടുകാർ അവൾ കളക്ട് ചെയ്ത പൈസ ഏതെല്ലാം രീതിയിലായിരിക്കുമെന്ന് അവളുടെ കൂട്ടുകാർ നോക്കി. അവളുടെ കുറേ കൂട്ടുകാരുണ്ടല്ലേ? പിക്ചർ നോക്കിക്കേ, കണ്ടോ? 8 ഫ്രണ്ട്സ് ഉണ്ട്. ഹൗ മെനി ഫ്രണ്ട്സ് ആർ ദർ? 8 ഫ്രണ്ട്സ്. ആ 8 ഫ്രണ്ട്സും ഡിഫറെൻറ്റ് രീതിയിലാണ് അവൾക്ക് കിട്ടിയ എമൗണ്ട്. ഈ 785 കിട്ടിയത് അവർ വിചാരിക്കുന്നത് ഡിഫറെൻറ്റ് വേസിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. 700s, -10s and 5 ones. See, 700 total amount, that is 785. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എന്താ വിചാരിച്ചിരിക്കുന്നത്? 700 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 700 മീൻസ് 700. Then 7-10s. എത്ര ടെൻസ് ഉണ്ട് അവിടെ? There are 8 tens. 8 tens മീൻസ് നമുക്കറിയാം 8 tens എത്രയാണ്? 80. 5 tens എത്രയാണ്? 50. Then 4 tens 40. അപ്പോൾ ഇവിടെ how many tens? 8 tens. That is 80. 8 tens means 80. Then how many ones are there? 5 1 means just imagine it is a coin of rupees note. If it is a note ആയിരുന്നെങ്കിൽ 700 rupees note. 700 rupees note ആകുമ്പോൾ എത്രയാവും? 700. Then 8 10 rupees note 80. Then 5 1 rupee coin. This all together we know that is 785. When we add these all numbers, we will get the answer 785. അപ്പോൾ ഒരാൾ ഇങ്ങനെ വിചാരിച്ചു. ഇങ്ങനെ വേറൊരാൾ വിചാരിക്കുകയാണെ, നമ്മുടെ ടയറിനെ കണ്ടോ? അപ്പോൾ എന്താ വിചാരിച്ചേ? ഓൺലി വൺസ്. ഈ 785 എന്ന് പറയുമ്പോൾ വൺസ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 1 rupee കോയിൻ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യും. 1 rupee കോയിൻ മാത്രമേ ഉള്ളെങ്കിൽ എത്ര 1 rupee കോയിൻ ജോയിൻ ചെയ്യുമ്പോഴാണ് 785 കിട്ടുന്നതെന്ന് നമുക്കറിയാം. 1 കോയിൻ എത്രയാണ്? 1. If it is 2 coins, 2 coin ആണെങ്കിലോ 2 rupee. 3 coin ആണെങ്കിലോ 3 rupee. 4 coin ആണെങ്കിലോ 4 rupee. Then 100s coin ഉണ്ടെങ്കിലോ 100 coin ഉണ്ടെങ്കിൽ 100 rupee. അങ്ങനെയാണെങ്കിൽ 785 എത്ര 1 rupee coin ഉണ്ടെങ്കിൽ 785 ആവും? യെസ്, വെരി ഈസി. 785 ones. 785 785 ones ഉണ്ട്. So second one, let us write 785 ones. Then third one, 700 ones. അതായത് ടെൻസ് ഇല്ല, ഓൺലി എന്താണുള്ളത്? 100 and ones. 100 ones തന്നെയാണെങ്കിൽ എത്രയുണ്ടാവുന്ന? അപ്പോൾ നമ്മളതെങ്ങനെ കണ്ടുപിടിക്കും? ഹൗ ഡു വി ഫൈൻഡ്? 700 മീൻസ് 700. Then dash ones. 700 ഇതാണ് 700. ബാക്കി ഇവിടെ എത്ര വൺസ് ഉണ്ട്? യെസ്, 85 വൺസ്. 700 കഴിഞ്ഞിട്ട് ടെൻസിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല. ഓൺലി 100 and വൺസ്. 100 വൺസും മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ മക്കളെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? 700 പിന്നെ 85 വൺസും 785. അതും എന്താണ്? 785 ആണ്. സി നെക്സ്റ്റ് വൺ 78-5. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതും? 7800 എന്ന് എഴുതാൻ പറ്റുമോ? 7800 ഉണ്ടോ അവിടെ? ഇല്ല, 700 ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? 78 എന്താണ്? ടെൻസ് ആണ്. 78 ടെൻസ് എന്ന് പറയുമ്പോൾ എത്ര രൂപയാവും? 78ൻ്റെ കൂടെ
ടെൻസ് എന്ന് പറയുമ്പം 78 ടെൻസ് കൂടുമ്പോൾ എത്ര രൂപയാണെന്ന് അറിയാമോ? 1 10 is 10, 2 10 ആകുമ്പോൾ 20, 3 10 ആകുമ്പോൾ 30. അങ്ങനെ 78 ടെൻസ് എന്ന് പറയുമ്പോൾ how many rupee? 780. Then 5 ones. അതിൻ്റെ കൂടെ 5 ones-ഉം കൂടെ. So how many rupees? 785. So let us write there 78 tens and 5 ones. Okay, clear? See, next one, 700 plus dash plus 5. 700 plus dash plus 5. അപ്പോൾ ഇവിടെ എന്താ മക്കളെ വരിക? 700 വന്നു, 5 വന്നപ്പോൾ ഇവിടെ എന്താ വരാനുള്ളത്? ഇവിടെ എത്ര ടെൻസ് ആണുള്ളത്? 8 ടെൻസ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? 80. So let us write the 700 plus 80 plus 5. Okay. Next, 70 tens. 70 tens means 1 10 is 10. നേരത്തെ പറഞ്ഞില്ല, അതുപോലെ 70 tens and 85 dash. അത് നമുക്ക് എങ്ങനെ എഴുതാം? 70 tens എന്ന് പറയുമ്പോൾ 70 10 times, but that is 700. ഇനി 85 അവിടെ എന്താണ്? 85 ones ആണ്. This all together, what is the answer? 587. That is 785. Okay, the next one, 600. 600 is the 600 dash tens. Tens എത്രയാണെന്ന് പറയുന്നില്ല, 5 ones ആണ് പറയുന്നത്. ടെൻസ് എത്രയാണെന്ന് പറയുന്നുണ്ടോ? ടെൻസ് എത്രയാണെന്ന് പറയുന്നില്ല. ഡാഷ് വൺസ് നമുക്കറിയാം. 6 ടെൻസ് എന്ന് പറഞ്ഞാൽ 600 ആണ്. 5 വൺസും വന്നു. ഇനി ഇവിടെ എത്രയാണ് വരാനുള്ളത്? എത്ര ടെൻസ് ആവുമ്പോൾ നമുക്കിവിടെ 785 കിട്ടും? നമുക്കറിയാം 600 600ഉം 5 വൺസും കൂടെ കൂട്ടുമ്പോൾ എത്രയാവും? 605 ആവും. നമുക്കിവിടെ എത്രയാണ് വേണ്ടത്? 785 ആണ് വരുന്നത്. അപ്പം നമുക്കിനി എത്ര കൂടെ വേണം? നമുക്കിനി ഇവിടെ ഇതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 785 വരും? ഒന്ന് നോക്കിക്കേ. യെസ്, 180. 180 ഇനി ആഡ് ചെയ്ത് നോക്കുമ്പോഴോ 8. യെസ്, 785. So let us write the 600, 180 tens and 5 ones. The next 600 plus dash. Total how many rupees? 785. 600 തന്നു. നമുക്ക് മൊത്തം എത്രയാണ് വരണ്ടേ? 785. അങ്ങനെയാണെങ്കിൽ 600ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 785 കിട്ടുന്നത്? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി. 785 മൈനസ് 6. അതായത് ഇതിൻ്റെ കൂടെ 600ന്റെ കൂടെ ഹൗ മച്ച് നീഡ് ഫോർ 785? 600ന്റെ കൂടെ എത്ര കൂടി ഉണ്ടെങ്കിൽ 785 ആവും? ഹൗ ഡു വി ഫൈൻഡ്? ലെറ്റ് us subtract these two numbers. Very easy. So subtract ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 185. Okay, so let us write here 185. 600 plus 185, that is 785. Okay, so Chikki collected that amount 785 and Chikki's friends, Chakkinte friends എന്താ വിചാരിച്ച ഈ രീതിയിലൊക്കെ ഈ അമൗണ്ടിനെ എഴുതാം. ഇവരൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിച്ചേ അല്ലേ? ചക്കീൻ്റെ ഫ്രണ്ട്സ് എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിച്ചേ. ഇത് എങ്ങനെ നോക്കിയാലും ദാറ്റ് ഈസ് 785 ആണ്. ഓക്കെ Dear children, the same way let us write the 999 in different ways. 900, 9 ones. 90 tens, 9 ones. 800, 109 ones. 800, 10 tens and 9 ones. Okay.